ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു സൺഡേ ആണ്. ഞാൻ കുറേ ആയി വ്ളോഗ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ. ബട്ട് ദെൻ ഇന്ന് ഞാനിങ്ങനെ വീട്ടിലിരിക്കുക. സൺഡേ ആണ്, ഒന്നുമില്ല, ഒരു പരിപാടിയും ഇല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം ജസ്റ്റ് നമുക്കൊരു ഹെയർ കട്ട് ചെയ്ത് തരാം. ഹെയർ കട്ട് ഞാൻ ഈ അടുത്താണ് ഹെയർ കട്ട് ചെയ്തത്. ഒരു 4 months എന്തോ ആയിട്ടുള്ളൂ. 6 months കൂടുമ്പോഴാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാറ്. ബട്ട് ദെൻ എൻ്റെ ഇവിടെ ഉള്ള ഫ്രണ്ടിലുള്ള ഫ്രണ്ട് ഫ്രെയിമിംഗ് ഒക്കെ ഞാൻ എത്ര വരെയാണല്ലോ കട്ട് ചെയ്യില്ല, അതിങ്ങനെ വലുതായി വളർന്നു. സോ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഫ്രെയിം മാത്രം ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇറങ്ങാണ്. പിന്നെ 1-2 സാധനം പർച്ചേസ് ചെയ്യാനുണ്ട്. അറിയില്ല, എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ് നാട്ടിൽ. മൈസൂർ പോലല്ല. മൈസൂർ ആ തണുപ്പത്ത് നിന്നിട്ട് എനിക്ക് ഈ ചൂട് ഒട്ടും പറ്റാതായി. അതുകൊണ്ട് തന്നെ ലൈക്ക് ചൂടാകുമ്പം എനിക്ക് പെട്ടെന്ന് മൂഡ് ഓഫ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചിലപ്പം ഉണ്ടാവും, ഇത് വാങ്ങണം അത് വാങ്ങണം എന്നൊക്കെ. പക്ഷേ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ തന്നെ ഞാൻ മറ്റേ ടയേർഡാവും, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഭയങ്കര ഒട്ടുക്കത്തെ ചൂടും വെയിലും കാരണം. അതുകൊണ്ട് ഞാൻ അവിടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് വരില്ല. പക്ഷേ ഇന്ന് ഒരു ഭയങ്കര ഫ്രീ ഡേ ആണ്. സോ ഐ തോട്ട് ഓഫ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പം നമുക്ക് പോയി ഹെയർ കട്ട് ചെയ്യാം. ആൻഡ് ബിറ്റ്വീൻ ഞാൻ ഇപ്പോൾ കുറേ ആയി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറേ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ലൈക്ക് ഒരു ടൈപ്പ് ഓഫ് മടിയാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ വെച്ചാൽ ഇടയ്ക്ക് മറന്നേ പോകും ഞാൻ. ഈ അടുത്തിൻ്റെ വീട്ടുകാരും ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനൊക്കെ കാണാൻ പോയപ്പോൾ അവർ ചോദിച്ചു എന്താ വ്ളോഗ് ഇടാത്തേ. അപ്പോഴാണ് ഞാനും അല്ലെങ്കിൽ ശരിയല്ലേ, അങ്ങനെയൊക്കെ. കണ്ടന്റ് ഇസ് ദയർ, ബട്ട് ദെൻ ഞാൻ അങ്ങനെ എന്താ അറിയില്ല, മറന്നു പോവുക ഇടയ്ക്ക്. ഞാൻ കുറച്ച് ലേസി ആവുക അങ്ങനെയൊക്കെ. ആൻഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ആയല്ലോ. ഞാൻ മൈസൂരിൽ പഠിത്തം ഇൻറ്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു, പെട്ടിയും കിടക്കി എടുത്ത് നാട്ടിലെത്തി. ആൻഡ് അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ എടുക്കണം, ഡോക്യുമെൻ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റിലേക്ക് ഞാൻ ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ കുറേ പരിപാടി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി ഫുൾ. പിന്നെ വെച്ചാൽ ഞാനൊരു ഭയങ്കര ഒരു ഇമോഷണൽ ഒരു സ്റ്റേജിൽ കൂടിയായിരുന്നു. ജസ്റ്റ് ബിക്കോസ് ഓഫ് 4 വർഷമായി. ആൻഡ് 4 വർഷം ഇഷ്ടം പോലെ മെമ്മറീസ്, ലൈക്ക് എത്രയോ ആൾക്കാർ ആൻഡ് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ അവിടെ. അത്രയും എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് എൻ്റെ ഭയങ്കര ഞാൻ ഉള്ളിലേക്ക് എടുത്ത ലൈഫ് ലോങ് വേണമെന്ന് വിചാരിച്ചാൽ വളരെ ചുരുക്കം 1-2-3 പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ആൾക്കാരൊക്കെ വിട്ട് വരുമ്പം ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഇമോഷണൽ. ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ അറിയാമല്ലോ 4 വർഷം പിന്നെ നിന്ന റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാം. ആൻഡ് 2 വർഷം അടുപ്പിച്ച് നിന്ന റൂം, എൻ്റെ മാത്രം ഒരു സ്പേസ്. അവിടെ നിന്നൊക്കെ ഞാൻ വരുമ്പം ബിറ്റ്സ് ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് അന്ന് ഭയങ്കര കരച്ചിലും മെഴുകലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കുക അതൊന്നും ലൈക്ക് എൻ്റെ മൈൻഡിൽ പോലും ഇല്ലായിരുന്നു. ആൻഡ് ഞാൻ ഒരു പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ബർത്ത്ഡേ, ലൈക്ക് ഞാൻ വരുന്നത് അവിടുന്ന് March 8 ഞാൻ മൈസൂരിൽ നിന്ന് പെട്ടിയും കിടക്കി എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. വീട്ടുകാർ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, അച്ഛനൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അച്ഛൻ വന്നില്ല. അപ്പോൾ അമ്മയും ബാക്കി എല്ലാവരും ആണ് കൂട്ടാൻ വന്നത്. അപ്പോൾ സാധനമൊക്കെ എടുത്ത് March 8 ഇവർ March 7 നൈറ്റ് ഇവർ വന്നു. March 8 സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നാട്ടിലേക്ക് വരുന്നു. March 9 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഗലവില. ആൻഡ് ദ തിങ് വാസ്, കഴിഞ്ഞ ബർത്ത്ഡേ വാസ് ലൈക്ക് ലാസ്റ്റ് ഇയർ ബർത്ത്ഡേ വാസ് ദ വേഴ്സ്റ്റ് ബർത്ത്ഡേ എൻ്റെ ഒരു ലൈഫിൽ വെച്ച് നോക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ കുറച്ചുകൂടി സ്പെഷ്യൽ ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എങ്ങനെ ഞാൻ പറയും, എല്ലാം പെട്ടെന്നായിരുന്നു. ലൈക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്തിരിക്കാനുള്ള ടൈമോ ഒന്നുമില്ല. ഞാൻ അവിടെ ഇറങ്ങുന്നതുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ ഓട്ടം, അതോട്ടം ഇതോട്ടം ഫുൾ തിരക്കായതുകൊണ്ട് ഞാൻ ബട്ട് ദെൻ ഈ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേ പോലെ എന്നുവെച്ചാൽ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് കഴിഞ്ഞ ബർത്ത്ഡേ പോലെ ഇങ്ങനെ കൊള്ളാവരുത്, അത്രയും ഒരു വൃത്തികെട്ട ബർത്ത്ഡേ ആവരുത്. ആൻഡ് ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടന്നു. ഈ ബർത്ത്ഡേ വാസ് ലൈക്ക് വെരി സ്പെഷ്യൽ ടു മീ. ആൻഡ് അതെന്താ കാരണം എന്നൊക്കെ നിങ്ങൾ പിന്നെ അറിയും. സോ ആൻഡ് അങ്ങനെയൊക്കെയാണ്.
വിശേഷങ്ങൾ. അച്ഛന് ഇപ്പം എന്താ പറയുക, കുഴപ്പമില്ല. അച്ഛന് ചെറുതായിട്ട് കയ്യിൽ ഫ്രാക്ചർ, കാലിൽ ഫ്രാക്ചറൊക്കെ ആയിട്ട് ഇപ്പം കുഴപ്പമില്ലാണ്ട് ഇപ്പം പറ്റിയിട്ട് ഇപ്പോൾ 1 മാസം ആവാനായി. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറേ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങനെ ഓടേണ്ടി വരും. അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മേൻ്റെ കൂടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓടേണ്ടി വരും. അച്ഛൻ ഫുൾ റെസ്റ്റിലാണ്. ഇപ്പോൾ കുഴപ്പമില്ല, റെഡി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായി തിരക്കുക. എൻ്റെ അടുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ വിട്ടു പോകുന്നതാണ്. സോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം തന്നെ നല്ല ടൈമായി. എനിക്ക് 4 മണിയാകുമ്പം 4 മണിയല്ല 3:30ക്കാണ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തത്. ഇപ്പം തന്നെ 3:30 കഴിഞ്ഞ്. സോ ഇനി എല്ലാ വിശേഷങ്ങളും അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പം ഞാൻ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ്. ഓൾറെഡി ഞാൻ ലേറ്റാണ്. പെട്ടെന്ന് കഴിയും നമുക്ക്. എനിക്കിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഡൗട്ട്, ഫുൾ ഹെയർ കട്ട് ചെയ്യണോ അതോ വേണ്ട, നമുക്ക് ഫ്രണ്ട് ഫ്രെയിം മാത്രമേ ചെയ്യാം. മറ്റേത് എടുത്തല്ലേ വെട്ടി. അപ്പോൾ ഗൈസ് ഇവിടെ എത്തി ഒക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രണ്ട് ഫ്രെയിം ചെയ്യേണ്ടതെന്ന്. ചെയ്യാം. അപ്പോൾ അവർ എനിക്കൊക്കെ പറഞ്ഞത് ഇങ്ങനെ ചെയ്തുതരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ യൂഷ്വലി വരൽ, അഴകിൽ. ദിസ് ഇസ് മൈ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലേസ്. കാരണം ഞാൻ എന്നും വരുന്നതുകൊണ്ട് ഇവർക്ക് ഇന്ന് അറിയാം. സോ ഇവർ വേണ്ടത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്തിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. ഫുള്ളില്ല എന്തായാലും ഫേസ് ക്രീമിങ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് 4 months ആവുന്നുള്ളൂ. കറക്റ്റ് സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൈ ഹെയർ ഇസ് അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതേപോലെ എനിക്കിവിടെ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഴകിൽ വരുന്നത്. അഴകിൽ എല്ലാവരും ഉദ്ദേശിച്ചത് കറക്റ്റ് ചെയ്ത് തരും. ഇതാകുമ്പം എനിക്ക് എൻ്റെ ഫേസിന് കറക്റ്റാണ്. അല്ലെങ്കിൽ എൻ്റെ ചബി ഫേസിന് മറ്റേ സ്യൂട്ടാവില്ല. ഇതാകുമ്പം കറക്റ്റ് ഫേസ് അങ്ങോട്ട് സെറ്റായിരിക്കും. എൻ്റെ സ്റ്റൈൽ. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എവിടെ പോകും? ഇത് കഴിഞ്ഞിട്ട് ഡ്രസ് വെച്ചസ് കഴിക്കണം. ഇവിടെ ഒരു ബേക്കറിക്കും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഡ്രസ് വെച്ചസ് കഴിക്കണം. അതിപ്പോൾ ഭയങ്കര വൈറലാണ്. ഒന്നൊന്ന് കഴിക്കണം. ഞാൻ സ്ലീവ്സ്മേനെയും പിക്ക് ചെയ്ത് നമ്മളിപ്പോൾ ചായ വന്നതാണ്. ചായ കുടിക്കാൻ. പക്ഷേ ചൂടായതുകൊണ്ട് ഞാൻ ചായ കൊണ്ടുവരില്ല. പൈനാപ്പിളാണ്. പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് ചെയ്യാം. സ്ലീവ്സ്മ അവിടെ വന്നിട്ട് ചൂടത്തും ചായ കുടിക്കുക ടീം. ചായ ഏതോ ഓളക്കാട്ട് വലിയൊരു ബാഗ് എടുത്തിട്ടാണ് കൈസോള് നടക്കുന്നത്. ഇത്രയുള്ള ആള്.
ഹായ് ഗൈസ്, അപ്പം എന്താ വീട്ടിലെത്തി, ഫ്രഷായി. ഓളെ നേരെ ഡ്രോപ്പ് ചെയ്തു, പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന്. അല്ലാ എന്ത് ചൂടാണ് പഠിച്ചോനേ. വേർക്ക ഒരു ദിവസം തന്നെ എത്രയോ ടൈം ഫ്രഷ് ആവാം. ഇതന്നെ പണി, വേറെ ഒരു പണിയില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് ഭയങ്കര ചൂടാണ് ഇവിടെ. മൈസൂരാണെങ്കിൽ നമുക്ക് നിൽക്കാം, വി ക്യാൻ സ്റ്റേ ദർ ലൈക്ക്. പിന്നെ പുറത്തൊക്കെ പോയാലും വലിയ സീനൊന്നുമില്ല. ഇവിടെ അങ്ങനല്ല, ഇവിടെ സീനാ. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ആൻഡ് വേറെന്താണ് പറയാനുള്ളത്? ഞാൻ ജിം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുറച്ചായി ജിമ്മിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ ലൈഫ് റുട്ടീനേ കുറച്ച് മാറ്റി. ലൈക്ക് കറക്റ്റ് ടൈം രാവിലെ എഴുന്നേക്കും, ജിമ്മിൽ പോവും, അതൊക്കെ കഴിഞ്ഞ് വരും. ലൈക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഫുൾ തിരക്കായി. കുറേ പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചതൊക്കെ ഞാൻ ഇപ്പോൾ ഓരോന്നായി ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, ടച്ച് വുഡ് എല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇനി എനിക്ക് കോളേജിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്. ആ സർട്ടിഫിക്കറ്റിന് വെയിറ്റ് ചെയ്യുക. ആ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാൽ എനിക്ക് ജോബ് അപ്ലൈ ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയാണ് കഥകൾ, കാര്യങ്ങളൊക്കെ. ആൻഡ് ഇപ്പോൾ ഒരു നൈസ് സ്റ്റേജ് ഓഫ് ലൈഫാണ്. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഭയങ്കരമായിട്ടും. ഞാൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഐ ആം ലൈക്ക് ടു മച്ച് ഹാപ്പി. ലൈക്ക് ടു മച്ച് അങ്ങനെ നമ്മൾ എപ്പോഴും ടു മച്ച് ഹാപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഐ ഹാവ് പീസ്, ഭയങ്കര സമാധാനമുണ്ട്, നല്ല ഹാപ്പിനെസ് ഉണ്ട്. ആൻഡ് എന്താ പറയുക, ഇന്നെ അങ്ങനെ എന്താ പറയുക, ബോധേഡ് ചെയ്യുന്ന വലിയ കുറേ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ് ഇസ് ദെയർ, ലൈക്ക് കുഞ്ഞു കാര്യങ്ങൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ബിഗ് തിങ്. അപ്പം കുഴപ്പമില്ല, ലൈഫ് ഇസ് സ്മൂത്ത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് വിചാരിച്ച പോലെയൊക്കെ എന്തോ എങ്ങനെയൊക്കെയോ നടക്കുന്നുണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഞാൻ വിചാരിച്ചിട്ടില്ല ലൈക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഓരോ കാര്യങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വരുമ്പോഴും ലൈക്ക് ഞാനിങ്ങനെ എന്താ പറയുക, ഞാൻ ഒട്ടും വിചാരിക്കാതെ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കുമ്പം വിച്ച് മേക്സ് മീ ഹാപ്പി. ആൻഡ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓക്കെ കഴിഞ്ഞ കൊല്ലം ഞാൻ വിഷമിച്ചതിൻ്റെ ഒക്കത്തിനും, ഐ മീൻ കഴിഞ്ഞ കൊല്ലം വാസ് എ ഡിസാസ്റ്റർ, ഒബ്വിയസ്ലി എ ഡിസാസ്റ്റർ ഫോർ മീ പേഴ്സണലി. ബട്ട് ഈ കൊല്ലം തുടങ്ങിയപ്പം മുതൽ നല്ല കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഇപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വേറെ എന്തൊക്കെയാ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? എന്താണ്, ഇന്നലെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മഴ വെച്ചാൽ നല്ല കാറ്റും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഒരു എന്താ പറയുക, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്തു, അടിപൊളിയായിരുന്നു. ആൻഡ് ഇന്നലെ കണ്ടു, എൻ്റെ കണ്ണിൻ്റെ ഇവിടെ കണ്ടു ഗെയ്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഇത് ചെറുങ്ങനെ ഒരു ഉണിൽ ലൈക്ക് ഇത് പൊന്തിക്കുകയും, അത് എന്താ അറിയില്ല, എനിക്ക് നല്ല വേന ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാവിലെ എഴുന്നേക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തൊടുമ്പൊക്കെ വേന. പിന്നെ എന്നും ആയപ്പോഴത്തേക്ക് ഇങ്ങനെ വേന അങ്ങനെ കുറഞ്ഞു വന്നു. എന്താ അറിയില്ല, പെട്ടെന്ന് വന്നതാണ്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഗൈസ്. ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര ബിസി ആയിട്ട്. ഓക്കെ, ഇപ്പോൾ സംഭവം ഞാൻ ഇപ്പോൾ ഫ്രീയാണ്, പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഫ്രീ ആണോ ചോദിച്ചാൽ ഫ്രീയാ, തിരക്കാണോ ചോദിച്ചാൽ തിരക്കാ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു ലൈക്ക്. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷെ എങ്ങനെയൊക്കെയോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ടച്ച് വുഡ് നല്ല രീതിയിൽ പോകുന്നുമുണ്ട്. അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. ഇനി ഋതു വന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസം മുന്നേ. അല്ല, ഒരാഴ്ചയായി, 2-3 ദിവസമല്ല. ഋതു വന്ന് അവൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് മിനിഞ്ഞാന്ന് രാത്രി അവൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. ഇതൊക്കെ തന്നെ, അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ അപ്പോഴൊക്കെ വ്ളോഗ് എടുക്കണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ദെൻ ഒന്നും അങ്ങോട്ട് നടന്നില്ല, ഫുൾ തിരക്കായിട്ട്. പിന്നെ അച്ഛനും ഇത് പറ്റിയപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെന്താണ്, പിന്നെ അങ്ങനെയൊക്കെ തന്നെ വിശേഷം. വേറെ അങ്ങനെ എന്താ പറയുക, വേറെ അങ്ങനെയൊന്നും ഇല്ല. ഐ തിങ്ക് സോ. ആൻഡ് ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ നൈസ് ബേക്കറിയിൽ പോയപ്പോൾ, ഓ മൈ ഗോഡ്, ഡ്രസ് വാസ് ലൈക്ക്
സോയം മീൻസ് സോയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡെസേർട്ട് ഐറ്റംസൊക്കെ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് തോന്നി പോയി കഴിച്ചു. ഡൈവേഴ്സിലേക്ക് ഇങ്ങനെ ഭയങ്കര ഫീൽ ചെയ്ത് കഴിക്കുക. അവിടുന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതിലിട്ടാൽ എന്തായാലും ഇതടിക്കും, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തൊക്കെ പറയും, ഇങ്ങനെയൊന്നും കേൾക്കില്ല, സൗണ്ട് ഇല്ലാണ്ട് ഇടാം. പിന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഐ ജസ്റ്റ് വോണ്ട് ടു ഫീൽ ആൻഡ് ഈറ്റ് ലൈക്ക് യുനോ ആ ഒരു ബൈറ്റിൽ. ഓ മൈ ഗോഡ്, ഞാൻ അപ്പം ഫോൺ വന്നത് ഞാൻ കട്ടാക്കും, ബിക്കോസ് എനിക്കതിങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ ഭയങ്കര സൂട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കണം. അപ്പം അതിൻ്റെ ഒരു കറക്റ്റ് ഫീൽ അങ്ങ് കിട്ടും. ലൈക്ക് ഇറ്റ്സ് സോ ടേസ്റ്റി ഗൈസ്. അപ്പം നിങ്ങളാരും നൈസ് ബേക്കറിയിൽ നിന്ന് ഡ്രസ്ലച്ചസ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കുക. ഇവിടെ കോഴിക്കോട് അശോകപുരം എല്ലാവരും കഴിക്കുക. റീൽസിലൊക്കെ വൈറലാണ്. അങ്ങനെ അത് പിന്നെ ഇന്നേ അത് പറ്റത്തുള്ളൂ, സൺഡേ ആയതുകൊണ്ട് ചീറ്റ് ഡേ. ഇനി നാളെ മുതൽ ബാക്ക് ടു ഫുൾ ഡയറ്റാണ്. അപ്പം മോഞ്ചി ഞാൻ അങ്ങനെ വിചാരിക്കും ഈ ഡയറ്റിൽ എന്താ പറയുക, ജങ്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തൊരു സുഖമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ശ്രീഷ്മനോട് ആരോടെ ഞങ്ങൾ പറഞ്ഞു, മറ്റേ ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സുഖമല്ലേ, എന്ത് ചെയ്യാനാ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു ഗൈസ്. പിന്നെ ട്രെയിനർ എൻ്റെ ഈ വ്ളോഗ് ട്രെയിനർ കണ്ടിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ്, കാണൂല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ബിക്കോസ് ഓഫ് കണ്ടിട്ടുണ്ടെങ്കിൽ മൂപ്പരെന്നെ കൊല്ലും. മൂപ്പർക്ക് ഇങ്ങനെ ഓരോ കഴിക്കുന്ന മീൽ വെച്ച് അയച്ചു കൊടുക്കണം, അങ്ങനെ കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മൂപ്പരിത് കാണൂല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. പിന്നെ ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യുന്നില്ല. ആ മൈക്ക് ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ട്, അപ്പുറത്തെ റൂമിൽ എവിടെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് എടുക്കലില്ല, മറന്നുപോകും. എന്താണെന്ന് അറിയില്ല, ആ വീഡിയോ ചെയ്യുമ്പോൾ മൈക്ക് എടുക്കാൻ മറക്കുക. ഇതാണ് പ്രശ്നം. ഞാൻ ഇപ്പോൾ വിചാരിക്കും എന്തിനേലും വാങ്ങിയത് ഇത്രയും പൈസ എടുത്തിട്ട്, എനിക്കറിയില്ല ഗൈസ്. ബട്ട് ദെൻ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഈ വലിച്ചു നീട്ടൊന്നും പറയുന്നില്ല. ഇന്ന് അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വ്ളോഗ് എടുക്കാം. കാരണം എൻ്റെ പല ഫ്രണ്ട്സും UK-ലും പുറത്തും ഒക്കെയാണ്. അപ്പം നമ്മളിങ്ങനെ ലൈക്ക് എന്നും വിളിച്ച് സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അറിയുന്നത് മേ ബി ഇൻസ്റ്റഗ്രാം ത്രൂവോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണും നമ്മൾ വന്നാലൊക്കെ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്പം കാണും, അപ്പം എല്ലാ കഥയും പറയും, അങ്ങനെയൊക്കെ. അല്ലാതെ നമ്മൾ അറിയുന്നത് ത്രൂ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇതേപോലെ വ്ളോഗിങ് അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയുള്ള, നീ വ്ളോഗ് നിർത്തരുത്, വ്ളോഗിലൂടെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എൻ്റെ വ്ളോഗ് വരുമ്പോൾ നമ്മൾ കാത്തിക്കും കാണാൻ. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി വോണ്ട് ടു നോ. ലൈക്ക് നമ്മളാരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വി ഹാവ് ദാറ്റ് കണക്ഷൻ. നമ്മളെപ്പോൾ കണ്ടാലും ആ ഒരു ബോണ്ട് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ എന്നും വിളിക്കത്തില്ല, സംസാരിക്കത്തില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ലൈക്ക് എന്നും ഇപ്പോൾ വിളിച്ച് സംസാരിച്ചിരിക്കണോ അല്ലെങ്കിൽ ഇന്നും ഇതാക്കണോ അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോൾ കാണുന്ന അന്ന് സെയിം വൈബ്. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ലൈഫിൽ തിരക്കുണ്ടാവും. അപ്പം ആ ഒരു സിറ്റുവേഷനിലൊക്കെ നിൻ്റെ വ്ളോഗ് കാണും, അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. സോ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, കുറേ ആയില്ലേ നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഡേ ആണ്, നമുക്കൊരു വ്ളോഗ് എടുക്കാം. അങ്ങനെ എടുത്തതാണ്. എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം കണ്ടന്റ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അപ്പം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാനൊരു ജ്യൂസ് കുടിച്ചു, പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു, അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് വിശക്കുന്നില്ല. എനിക്കറിയാം നാളെ മുതൽ വീണ്ടും ഡയറ്റാണ്. നാളെ ഇനി മോർണിംഗ് എഴുന്നേക്കണം, ജിമ്മിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറേ പരിപാടി. ബട്ട് സ്റ്റിൽ ഐ വിൽ മാനേജ്. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പം ദാറ്റ്സ് ദാറ്റ്. ഞാൻ 3ാമത്തെ പ്രാവശ്യത്തെ ദാറ്റ്സ് ദാറ്റ് പറയുന്നത്. ബട്ട് അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഒന്നും വലിച്ചു നീട്ടുന്നില്ല ഗൈസ്. Until my next vlog, stay tuned. Tata, bye bye.